യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മുടെ അലക്സാണ്ടർ കൊയ്ഫ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ, അതായത് ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു DMFനെ സൈൻ ചെയ്യാൻ നോക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ലൈൻ എല്ലാം നല്ല ഫോമിലാണ്. ഇപ്പോൾ പെപ്പറയാണെങ്കിലും ഹീസസ്, ലൂണ ഇവരെയൊന്നും എന്തായാലും കളയത്തില്ല. പെപ്പറയുടെ കാര്യത്തിലുള്ള സംശയം, പെപ്പറ നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ മിലോസ് റിഞ്ചിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അലക്സാണ്ടർ കൊയ്ഫ് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. ബട്ട് ഒരാളെ നമുക്ക് വിഡ്രോ ചെയ്തേ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ എന്തായാലും മിക്കവാറും അലക്സാണ്ടർ കൊയ്ഫ് അല്ലെങ്കിൽ മിലോസ് റിഞ്ചിച്ച് ഇവരിൽ ഒരാൾ പോകും, അല്ലെങ്കിൽ രണ്ടുപേരും പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ അലക്സാണ്ടർ കൊയ്ഫ് ക്ലബ് വിടാനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പകരം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.